വ്യാഴാഴ്ച ഗുജറാത്തിലെ രത്തൻ ചൗക്കിൽ ഒരു കുട്ടി സൈക്കിൾ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് ആ കുട്ടിയെ കാണാനില്ല. പരിഭ്രാന്തരായ വീട്ടുകാർക്ക് മുന്നിലേക്ക് പിന്നീട് ആ കുട്ടി രാത്രി 9:30 മണിക്ക് കരഞ്ഞുകൊണ്ട് ഓടിയെത്തുകയാണ്. ബന്ധുക്കൾ അവനോട് കാര്യം തിരക്കിയപ്പോൾ സൈക്കിൾ ഓടിച്ച തന്നെ പോലീസുകാർ ഉപദ്രവിച്ചു, എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നും കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നെയും അവരെന്നെ കുറെ ഉപദ്രവിച്ചു എന്നും ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോഴും പക്ഷെ കുട്ടിക്ക് എന്തിനാണ് സൈക്കിൾ ഓടിച്ച് റോഡിലൂടെ പോയ തന്നെ പോലീസുകാർ ഉപദ്രവിച്ചതെന്നോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നോ യാതൊരു പിടിയും കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നീട് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് അത് മോദിക്ക് കടന്നു പോകാൻ വേണ്ടി ഒരുക്കം കൂട്ടിവെച്ച റോഡായിരുന്നു എന്നും അതുവഴി സൈക്കിൾ ഓടിച്ച് ഇതൊന്നും അറിയാതെ പോയ കുട്ടിയെ ഉപദ്രവിച്ചതാണ് എന്നുമൊക്കെയാണ്. എന്ത് സുരക്ഷയുടെ പേരിലാണ് മോദിയുടെ ഗുജറാത്തിലെ ആഭ്യന്തരം കൈയാളുന്ന BJP പോലീസ് ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്തത് എന്നതിന് ഈ പോലീസുകാർക്ക് യാതൊരു ഉത്തരവുമില്ല. രാജ്യത്തിന്റെ സേവകനായി പ്രധാനമന്ത്രി മോദിക്ക് സുരക്ഷ കൂട്ടുമ്പോൾ അതേ പ്രധാനമന്ത്രി മോദിയുടെ ഭരണത്തിന് കീഴിൽ സുരക്ഷിതരെന്ന് കരുതുന്ന സാധാരണക്കാരായ ജനങ്ങൾ ബലിയാടാവുകയാണ്. അതിന് പോലീസിന്റെ ഭാഷയിൽ ആകെയുള്ള ഉത്തരം രണ്ടെണ്ണം കൊടുത്തു ശരിപ്പെടുത്തുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ട്രംപ് അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാര് എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ കൈവിലങ്ങ് കണിയിച്ച് സൈനിക വിമാനത്തിൽ യാതൊരു മര്യാദയുമില്ലാതെ അമൃത്സറിൽ കൊണ്ടുവന്ന് തള്ളിയത്. എന്നിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതിന്റെ ബാക്കി എന്നോണം തന്നെ പറയാം, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ലണ്ടനിൽ പോയപ്പോൾ സുരക്ഷാ വീഴ്ച സംഭവിച്ചു. എവിടെയാണ് ഇന്ത്യക്കാർ സുരക്ഷിതർ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിലേക്കുള്ള വഴിയിലേക്ക് അബദ്ധത്തിൽ സൈക്കിൾ ഓടിച്ചെത്തിയ കുട്ടിയെ മർദ്ദിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ. സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ വിമർശനവുമായി നിരവധി പേരെത്തി. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. വ്യാഴാഴ്ചയാണ് രത്തൻ ചൗക്കിൽ നടന്ന സംഭവത്തിന്റെ വൈറലായി ഈ വീഡിയോ വരുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ കാറുകൾ കടന്നു പോകുമ്പോൾ അതിലൂടെ കുട്ടി സൈക്കിൾ ചവിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വീഡിയോയില്. പിന്നാലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടിയെ തടഞ്ഞു നിർത്തുന്നതും മുടിയിൽ പിടിച്ച് വലിക്കുന്നതും മർദ്ദിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇതേ സംഭവത്തിൽ സബ് ഇൻസ്പെക്ടർ BL ഗാദ്വിയെ സൂറത്തിൽ നിന്ന് മോർബിയയിലേക്ക് സ്ഥലം മാറ്റി, ഒപ്പം അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് 1 വർഷത്തേക്ക് നിർത്തിവെച്ചു എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം സൂറത്തിലെ ലിംബായത്തിൽ നടക്കുന്ന പൊതുയോഗത്തിൽ മോദി എത്താനിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം. സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ സൂറത്ത് പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺവോയ് റൂട്ടിന്റെ റിഹേഴ്സൽ നടത്തുകയായിരുന്നു. പോലീസുകാർ അവനെ ആക്രമിക്കുന്നതിന് പകരം കൗൺസിലിംഗ് നൽകിയാൽ മതിയായിരുന്നു എന്നാണ് കുട്ടിയുടെ ബന്ധു പറയുന്നത്. ആ ബോധം പോലും ഇവിടെ കാവൽ നിൽക്കുന്നവർക്ക്, ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ടതായ പോലീസുകാർക്ക് ഇല്ലാതെ പോയിരിക്കുകയാണ്.